ഗൈസ് വെൽക്കം ബാക്ക്. ഇവിടെ ആരാധ കാണുന്നവരാണ് ലൈക്കും സബും കൂടെ ചെയ്തേക്കുക. ഓക്കെ. അപ്പോൾ ബ്ലാക്ക് ഇന്ന് മുതൽ കൂട്ടിലിടുകയാണ്. അതിൻ്റെ ഇത്ര സമയം കൂട്ടിലിട്ടതിൻ്റെ പരാതിയൊക്കെ ആയിരുന്നു. ഇതെന്ന് പറയുമ്പോൾ അതുകൊണ്ട് മുടി വെട്ടിക്കളയാൻ പറ്റാത്തതുകൊണ്ട് കുറേ ശ്രമിച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഈ ചക്കയുടെ മുളഞ്ഞിനില്ലേ, ചക്കയുടെ അരക്ക്, ആ ചക്ക കുറച്ച് വെച്ചിരുന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് കയറിപ്പോയതാണ്. എന്നിട്ട് അതിലേക്ക് ഫുള്ളുണ്ടായിരുന്നു. ഇപ്പോൾ താടി പോലെയൊക്കെ ഉണ്ട്. അതൊക്കെ പോയി കുറേയൊക്കെ പോയിട്ട് ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതലിട്ടതിൻ്റെ ഭയങ്കര പരാതിയാണ്, ഭയങ്കര കരച്ചിലും. ഒരു ഇതിന് മുൻപൊരു പട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അത് സ്നോബി എന്നാണ് പറയുക. ഇതിൻ്റെ തന്നെ വൈറ്റ്. അപ്പോൾ അവനെ പുലി പിടിച്ചുകൊണ്ട് പോവുക ചെയ്തത്. ഞങ്ങളിവിടെ പുലിയുണ്ട്. അപ്പോൾ എന്താക്കുന്നറിയാം, അതിനെ പുലി പിടിച്ചുകൊണ്ട് പോയി. ഒരു ദിവസം രാത്രി പാവമാണ്, ശരിക്കും നമ്മുടെ ശ്രദ്ധക്കുറവാണ്. അതായത് കൂട് നനയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ തുറന്നു വിട്ടപ്പോൾ അവൻ ഈ വിറക് പെരേൻ്റെ ഉള്ളിലായിരുന്നു കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ നല്ല സുഖമുണ്ടല്ലോ, തണുപ്പൊന്നും ഇല്ലാതെ കിടന്നോളുമല്ലോ എന്ന് വിചാരിച്ച് വിട്ടു. അപ്പോൾ ഒരു ദിവസം രാത്രി ആന വന്നായിരുന്നു, ഇവിടെ 2 ആന വന്നായിരുന്നു. അപ്പോൾ ഫോറസ്റ്റുകാരും അങ്ങനെ ബഹളമൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഇവനെന്തിനാണ് പുറത്തിറങ്ങിയെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും ആൾക്കാരെ കണ്ടിട്ടായിരിക്കും. എന്തായാലും പട്ടിപ്പുലി പിടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം കുറേ ദിവസം പട്ടിയില്ലായിരുന്നു. അങ്ങനെയാണ് ഇവനെ പോയി കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ കൂട്ടിലിടുവാണ്. കാരണം വീട്ടിൻ്റെ അകത്ത് കുഴപ്പമില്ല, രാത്രിയൊക്കെ മുള്ളിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂട്ടിലേക്ക് മാറ്റി. 2 മാസം ആയതുകൊണ്ട് ഇന്ന് രാവിലെ വിരയുടെ മരുന്നും കൂടി കൊടുത്തിട്ട് കൂട്ടിലേക്ക് മാറ്റുക. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പട്ടി എന്ന് പറഞ്ഞില്ലേ, അവന് ഒരു പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രത്തിലാണ് ഒരു ചീനച്ചട്ടി എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു വലിയൊരു പാത്രമായിരുന്നു. അതിൻ്റെ ഉള്ളിലാണ് കയറി കിടക്കുന്നത്. ചീനച്ചട്ടിയും കറുപ്പാണ്, ഇവനും കറുപ്പാണ്. അതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ ശരിക്കും അറിയത്തില്ല. രാത്രി ഒന്നും അറിയുന്നേ ഇല്ല കേട്ടോ. ഇന്ന് ഞാൻ പള്ളിയിൽ പോയി ഇടുന്നിട്ട് ഇവനെ കാണാനിട്ട് നോക്കിയപ്പോൾ ഇവൻ അതിൻ്റെ അകത്ത് കിടക്കുക. ഞാൻ കുറേ തപ്പുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ചുരുണ്ട് കിടക്കുന്ന അറിഞ്ഞില്ല. പട്ടി ഇവിടെ പോയി നോക്കിയപ്പോഴത്തേക്കും ബ്ലാക്ക് ചെയ്ത് വിളിച്ചപ്പോഴിങ്ങനെ തല പൊന്തിച്ചപ്പോഴാണ് മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ ആളുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ബ്ലാക്കി ദേഷ്യമുണ്ടോ? ദേഷ്യം കാണിച്ചില്ല കേട്ടോ. ദേഷ്യപ്പെടുമെന്ന് അറിയില്ല. അങ്ങനെയൊന്നുമല്ല. ഒട്ടി കിട്ടും കേട്ടോ, പട്ടി ബ്ലാക്ക് ഒട്ടി കിട്ടും. പക്ഷെ ദേഷ്യപ്പെടുന്നില്ല. അങ്ങനെ നല്ല പക്ഷേ എന്തോ സാധനം എന്നറിയോ, എന്നാ സാധനം. അതാരാ ബ്ലാക്കി? പാവം കേട്ടോ, മനുഷ്യന്മാരെ പോലെ തന്നെയല്ലേ. മനുഷ്യന്മാർ, അതായത് കുഞ്ഞു പിള്ളേരെ പോലെ തന്നെ. ഹൃദയത്തിൻ്റെ ഇടിപ്പ് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊന്തിച്ചൊക്കെ ഇടുകയാണെങ്കിൽ ആ ഒരു പേടിയും ഇങ്ങനെ ഹൃദയം ഇടിക്കുന്നു, പെട്ടാന്ന് ഇടിക്കുന്നുണ്ട്. ഓ, എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഈ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ നക്കുന്നതൊന്നും ഇഷ്ടമല്ല എനിക്ക്. കുറേ സമയം കൂടുതലിട്ടോ അതിൻ്റെ പരിഭവമാണെന്ന് തോന്നുന്നു അനങ്ങാതെ കയറിയിരിക്കുന്നത്. ഉറങ്ങി ഗൈസ്, ഉറങ്ങിക്കോ. അവൻ്റെ മാവാട്ടിക്കോ.